കുറേയേറെ കൊച്ചു കൊച്ചു മുറികളുണ്ടായിരുന്ന പഴയ ഒരു വീടിനെ നമ്മൾ പുതുക്കി വലിയ വിശാലമായ മുറികളും ആവശ്യത്തിന് മറ്റുള്ള സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമാക്കാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ പുറത്തായിട്ട് കുറച്ച് ഭിത്തിയൊക്കെ പണിതിട്ടിട്ടുണ്ട്. അത് എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത്? പഴയ സിറ്റ് ഔട്ടിൻ്റെ റൂഫ് ഹൈറ്റ് കുറവായിരുന്നു, അതാണ് അവിടെ പൊളിച്ചു കളഞ്ഞ് നടക്കുന്നത്. ഇനി അതിന് ഈ പുതിയ പ്ലാനായിട്ട് ലയിപ്പിച്ചുകൊണ്ട് വലിയ ഒരു സിറ്റ് ഔട്ടാക്കി എടുത്തിട്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ കാണുന്ന വോള് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നേരത്തെ തന്നെ ഉണ്ട് അവിടെ ഒരു ഭിത്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു കുഞ്ഞു മുറിയായിരുന്നു. ആ കുഞ്ഞു മുറിയെയും ഇപ്പുറത്തുള്ള മുറിയും കൂടി ശേഷം നമ്മളൊരു വലിയ ഡ്രോയിങ് റൂം ആക്കണം. അപ്പോഴും ആ ഡ്രോയിങ് റൂമിന് ഒരു വിട്ട് കുറവുണ്ട്. ആ വിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഭിത്തി നമ്മൾ പൊളിച്ചു കളയും. ഈ ഭിത്തി പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു പുതിയ ഭിത്തി വരണുണ്ടാവും. അപ്പോൾ ഇത് പുതിയ ഭിത്തിയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഭിത്തിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പുതിയൊരു കോൺക്രീറ്റ് സ്ലാബൊക്കെ ഉണ്ടാക്കി ഇവിടെ ഭയങ്കര വലിയൊരു ഡ്രോയിങ് റൂം ഉണ്ടാവും. ആ ഡ്രോയിങ് റൂമിൽ നിന്ന് അവർക്ക് ഡൈനിങ് റൂമിലേക്ക്, അതിൻ്റെ ഇപ്പുറത്തുള്ള സ്പേസാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഡൈനിങ് ആൻഡ് ലിവിങ് റൂം എന്നുള്ളത് ഞാൻ താഴെ വന്നിട്ട് അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഡൈനിങ് ആൻഡ് ലിവിങ് റൂം എന്നുള്ള രീതിയിൽ ഒരു വലിയ വിശാലമായൊരു മുറി ഉണ്ടാവും. ആ മുറിയുടെ അപ്പുറത്ത് അവിടെ ആ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂം അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ മറ്റുള്ള ഇപ്പോൾ ഇതൊക്കെ ഈ ഓട് കൂടി ആ ഓട് പോർഷൻ കൂടി മാറ്റിയിട്ട് നമ്മളവിടെ പുതിയതായിട്ട് ഇവിടെ ഈ എൻറ്റയർ ഏരിയയിൽ വരുന്ന കോൺക്രീറ്റ് സ്ലാബ് അവിടെ വരെ എക്സ്റ്റെൻഡ് ആവും. ഈ ചിമ്മിനെയൊക്കെ നമ്മൾ പൊളിച്ചളയും. എന്നിട്ട് അവിടെയും കൂടി ആ സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് കുറച്ച് പില്ലേഴ്സൊക്കെ കൊടുക്കേണ്ടി വരും. ആ ഡീറ്റെയിലേക്ക് ഞാനിപ്പോൾ വരാം. ഞാനൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി രസമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഈ ചിമ്മിനി പൊളിച്ച് കളയുമ്പോൾ ഈ ഭിത്തി ഉണ്ടല്ലോ, ഇത് പഴയ എക്സിസ്റ്റിംഗ് ഭിത്തി, അത് വീക്കാണ്. അപ്പോൾ അതിന് നമ്മൾ ബലപ്പെടുത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോർണറിൽ ഒരു പുതിയതായിട്ടൊരു പില്ലർ പോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യും. പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. നേരത്തെ നമ്മൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വരാം, അതാണല്ലേ, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. കണ്ടമാനം കമ്പ്യൂരി, കാരണം ഫൗണ്ടേഷൻ മുതലേ കയറി വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഞാൻ പുറത്തുനിന്ന് തുടങ്ങാം. ഇതാണ് ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന കെട്ടിടം. ആ നടുവിലത്തെ പോർഷൻ ഓടിട്ടതായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ആ ഡൈനിങ് ഹാളിലെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് വോൾ എടുത്തിരിക്കുന്നത്. ആ കാണുന്ന വോൾ നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇവിടെ സിറ്റ് ഔട്ടിന് ഹൈറ്റ് തീരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സിറ്റ് ഔട്ടിൻ്റെ ഇത് റൂഫ് സ്ലാബ് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പില്ലർ കളയും. അത് ഇവിടം വരെ വരും. അപ്പോൾ ഒരു നല്ല വിശാലമായൊരു സിറ്റ് ഔട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഈ വീട്ടിൽ ഒരു കുഞ്ഞു മുറിയിലേക്ക് ഇവിടെ നമ്മൾ കയറിയിരുന്നു. ആ കുഞ്ഞു മുറീനെ അവർ ചെറിയ മുറീനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് അപ്പുറത്ത് ബെഡ്റൂമും ഇവിടെ പൂജാമുറിയാക്കി എടുത്ത്. ഇനി പുതിയതായിട്ട് വരുന്ന മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കടന്ന് ഈ കാണുന്ന വോളൊക്കെ നമ്മൾ പൊളിച്ചു കളയും. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു ഡ്രോയിങ് റൂം ആവുക. നമുക്ക് നോക്കാം. ഇത്രയും മെഷർമെൻറ്റും പ്ലാനും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡ്രോയിങ് റൂമിൻ്റെ സൈസ് എത്രയാണ്. ശരിക്കും ഒരു അതിവിശാലമായിട്ടുള്ളൊരു ഡ്രോയിങ് റൂം തന്നെയാണ് ഇവിടെ വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൂജാമുറിയായിട്ട് വേണം. നേരത്തെ ഈ വോളിൻ്റെ അപ്പുറത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഡ്രോയിങ് റൂം ഉണ്ടാവുന്നത്. നമുക്ക് അത് ഫീൽ ചെയ്യും, നല്ല വലിയൊരു ഡ്രോയിങ് റൂമായിട്ടത് മാറും. ഇവിടെ ഒരു കുഞ്ഞുമുറിയായിരുന്നു. ഈ വോളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ ഡ്രോയിങ് റൂമിനകത്ത് നിന്നും നേരത്തെ ഞാൻ പറഞ്ഞേ മുകളിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. ഇത് ഇത്രയും വലിയ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് റൂമാണ്. ഡൈനിങ് റൂം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഡൈനിങ് റൂം എന്ന് പറയുന്നത് ജസ്റ്റ് ഊണ് കഴിക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു വീടിൻ്റെ ലൈഫ് നിൽക്കുന്നത് ലിവിങ് റൂമിലാണ്. ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാൾ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, വേറെ ആൾ ഒരു ഭാഗത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ടാവും, വേറെ ആൾ ഒരു ഭാഗത്തിരുന്ന് TV കാണും. എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയും ബെഡ്റൂമിനകത്തിരുത്താനല്ല, ബെഡ്റൂമിൽ നിന്ന് കോമൺ സ്പേസസിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കോമൺ സ്പേസസിലേക്ക് വരും. ഇവിടെ പഴയൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കോമൺ ടോയ്ലറ്റ് ആയിട്ട് നിർത്തും. മുമ്പ് ഇത് ഒരു ചെറിയ ബെഡ്റൂമായിരുന്നു. ചെറിയ ബെഡ്റൂമില്ല, അവരുടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമായിരുന്നു. ആ ബെഡ്റൂമിനെയും നടുവിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു തളം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു വിശാലമായ ഡൈനിങ് റൂം ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ അതിന് പഴയ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ കോമൺ ടോയ്ലറ്റാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ കിച്ചണാണ്. കിച്ചണിൻ്റെ കേസിൽ ഒരിത്തിരി വെളിച്ചക്കുറവുണ്ട്. കിച്ചണിൻ്റെ കേസിൽ പഴയ ചിമ്മിനി ഉണ്ടായിരുന്നു. ചിമ്മിനി അവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആ ചിമ്മിനിയെ നമ്മൾ റൂഫ് ഒരേ ലെവലിലേക്ക് ആക്കിയിട്ട് ഇപ്പുറത്തൊരു ചെറിയ വർക്ക് ഏരിയ ഉണ്ടാക്കി ആ വർക്ക് ഏരിയയിൽ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് തന്നെ പുകയെടുപ്പും ആ പുകയെടുപ്പിൻ്റെ പുക പോകാനുള്ള സംവിധാനങ്ങളും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി വരാം. നേരത്തെ പറഞ്ഞ ലിവിങ് റൂമാണ്. ഈ ലിവിങ് റൂം ആ ലിവിങ് റൂമിൽ നിന്ന് ലിവിങ് ആൻഡ് ഡൈനിങ് എന്ന് പറയുന്ന റൂം, ആ ലിവിങ് ആൻഡ് ഡൈനിങ് റൂം എന്ന് പറയുന്ന റൂമിൽ നിന്ന് എൻട്രൻസ് കൊടുത്തിട്ട് അവിടെ നേരത്തെ ഓൾറെഡി ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നതാണ്. അതിന് ഈ ഭാഗത്തു നിന്ന് ഡോർ കൊടുക്കും. അപ്പോൾ പ്രൈവസിയുടെ പ്രശ്നം അവിടെ തീരും. ഇതാ വിശാലമായിട്ടുള്ള ഡ്രോയിങ് റൂമാണ്. ഈ ഡ്രോയിങ് റൂമിലാണെങ്കിൽ നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് അതിവിശാലമായ രീതിയിൽ പ്രോപ്പറായിട്ട് ഫർണിഷ് ചെയ്യാവുന്ന ഒരു റൂം ഇവിടെ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മേജറായിട്ട് ഇത് ചെയ്യുന്നത്. പ്രാക്ടിക്കലി വർക്ക് തീരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് ഒരു നല്ല സിറ്റ് ഔട്ട് ഉണ്ടാവും. അരമതിലൊക്കെ ഉള്ളത് ഇരിക്കാൻ പറ്റുന്ന, ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് ഉണ്ടാവും. അതുകൂടാതെ ഒരു നല്ല പൂജാ റൂം ഉണ്ടാവും ഡ്രോയിങ് റൂമിന് ആക്സസ് ആയിട്ട്. അവർക്ക് നേരത്തെയും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. പിന്നെ വിശാലമായിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ടാവും. അത് ഒക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാളും കൂടി കട്ട് ചെയ്ത്, ഞാൻ നേരത്തെ ആ ഡ്രോയിങ് റൂമിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ ഡ്രോയിങ് റൂം വലുതാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഫുൾ ലെങ്ത്തിലുള്ള വാള്, അതായത് ഈ ഡ്രോയിങ് റൂമിൻ്റെ വിട്ട് കൂട്ടും, അതുപോലെ തന്നെ അവിടെ ബെഡ്റൂമിൻ്റെ വിട്ടും കൂട്ടിയിട്ട് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമും 2 ഉണ്ടാവും. നല്ല വിശാലമായിട്ടുള്ള ഡ്രോയിങ് റൂം ഉണ്ടാവും. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് റൂം ഉണ്ടാവും. കിച്ചൺ ഉണ്ടാവും. കോമൺ ടോയ്ലറ്റ് ഉണ്ടാവും. നല്ല വർക്ക് ഏരിയ ഉണ്ടാവും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വീടാക്കിയിട്ട് നമുക്ക് ഈ പഴയ ഓടിട്ട് നിർത്തിയിരുന്ന സ്ട്രക്ചറിനെ മാറ്റാൻ പറ്റും. നല്ല 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 സിറ്റ് ഔട്ടിൽ ഇത്രയും വലിപ്പമുള്ള ഒരു നല്ല സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ അരമതിലൊക്കെ കൊടുത്തിട്ട് എൻട്രി ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു വീടായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റും. ജസ്റ്റ് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഴയ പ്ലാനും പുതിയ പ്ലാനും കൂടി ഇവിടെ വയ്ക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റിമൂവ്ഡ് വാൾസ് എന്നുള്ളത് റിമൂവ്ഡ് വാൾ എന്ന് തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം പുതിയ വാൾസാണ്. റെഡ് കളറിലുള്ളത് പഴയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാൾസ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ പഴയ ഓടിട്ട പോർഷൻ്റെയും നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് കളഞ്ഞ സിറ്റ് ഔട്ടിൻ്റെയും മുകളിൽ പുതിയതായിട്ട് RCC സ്ലാബ് എടുക്കുന്നുണ്ട്. അതും ഇതിനകത്ത് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ പിന്നീട് വരാം. നന്ദി.